ഹായ് ഫ്രണ്ട്സ്, ഓർമ ഡിസൈൻസിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൊണ്ടല്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന്റെ വർക്ക് ഉള്ളത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയത്. എല്ലാവരും ക്ഷമിക്കാം. അപ്പൊ ഇന്ന് എൻ്റെ കൂടി ഒരാളുണ്ട്. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനാണ് ഇയാളെ ഞാൻ കൊണ്ടുവന്നതെന്ന്. അപ്പൊ നമ്മള് ബോഡി മെഷർമെന്റിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. കമന്റിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നത് അടുത്ത മാസമാണ്. അടുത്ത മാസം നമുക്ക് സെക്കൻഡ് വീക്കിലായിരിക്കും ക്ലാസ് ആരംഭിക്കുന്നത്. അതുവരെയുള്ള ടിപ്സ്, ഇങ്ങനത്തെയുള്ള ടിപ്സിന്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അതിന് മുമ്പേ നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തണേ, അതേപോലെ കമന്റ് ചെയ്യണം, തമ്പും ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇത് എൻ്റെ കൂടെയുള്ള ആളാണ്. എൻ്റെ ഒരു ഹൈറ്റിനാണ് ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മള് ബോഡി മെഷർമെന്റ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് ബോഡി മെഷർമെന്റ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ഇഞ്ചിന്റെ ടാപ്സ് വേണം. ഇതിൽ ഇഞ്ചസ് ആയിരിക്കും വരുന്നത്, ഇതിൽ സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇഞ്ചസിലാണ് പറയുന്നത്. തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് ഈ സെന്റിമീറ്റർ അധികം യൂസ് ചെയ്യാറ് കേട്ടോ. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫുൾ ലെങ്ത്, ബ്രസ്റ്റിന്റെ മേലെ കൂടെ തന്നെ ഫുൾ ലെങ്ത് എടുക്കുക. അപ്പൊ എത്രയാണോ കസ്റ്റമേഴ്സിന്റെ ഫുൾ ലെങ്ത്, ഇപ്പൊ ഒരു ചുരിദാറിനാണെങ്കിൽ ചുരിദാറിന്റെ ഫുൾ ലെങ്ത് ഇങ്ങനെ എടുക്കാം, ബ്ലൗസിനാണെങ്കിൽ ബ്രസ്റ്റിന്റെ മേലെ കൂടെ ബ്ലൗസിന് ഇങ്ങനെ എടുക്കാം. മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം എടുക്കുക കേട്ടോ. അപ്പൊ ഫുൾ ലെങ്ത് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ, ഷോൾഡർ എന്ന് പറയുന്നത് ഇത് ഇവിടെ തന്നെ, ഇത് വന്ന് അവസാനിക്കുന്ന പോർഷനാണ് നമ്മുടെ ഷോൾഡർ. അപ്പൊ ഇവിടെ മുതലുള്ള ഷോൾഡറിനെയാണ് എടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷോൾഡർ എപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വരെയുള്ള ഷോൾഡർ എടുക്കാം. ഓക്കെ, താഴേക്ക് എടുക്കണ്ട കേട്ടോ. അപ്പൊ ഷോൾഡർ ഇറങ്ങി പോട്ടോ. അത് തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഷോൾഡർ എടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എടുക്കുന്നത് ചെസ്റ്റ്. ചെസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ചെസ്റ്റ് ഇങ്ങനെ എടുക്കാം. ഈ കൈയിന്റെ വിരലുണ്ടല്ലോ അത് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം എടുക്കാൻ, അല്ലാണ്ട് ഇങ്ങനെയൊന്നും ആരും എടുക്കരുത്. ഒരു കൈയിന്റെ വിരലില് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. കാരണം എനിക്ക് അപ്പോഴാണ് കേട്ടോ പെർഫെക്ഷൻ വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വരാറില്ല. ഒരു കൈയിന്റെ വിരല് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിപ്പ്. അപ്പൊ ഹിപ്പ് ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഷോൾഡർ പഠിച്ചു, ഫുൾ ലെങ്ത് പഠിച്ചു, ചെസ്റ്റ് പഠിച്ചു, വേസ്റ്റ് പഠിച്ചു, ഹിപ്പിൻ്റെതും പഠിച്ചു. ഇനി വേണ്ടത് ആം ഹോൾ. ആം ഹോളിൻ്റെ ഇത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്കൊരു ഇക്വേഷൻ പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള ആം ഹോൾ കിട്ടും. അപ്പോൾ അറിയില്ലാത്തവരുണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ കയറുന്നവർക്ക് മസ്റ്റ് ആയിട്ടും ആ ഐഡിയ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആം ഹോളിന്റെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആം ഹോളിന്റെ ലെങ്ത് എടുക്കാം. പിന്നെ സ്ലീവിന്റെ ലെങ്ത് അത് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. കാരണം അതിന് ഹാൻഡ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ സ്ലീവിന്റെ ലെങ്ത് ഇങ്ങനെ സ്ലീവിന്റെ ലെങ്ത് എടുത്തു. പിന്നെ അതേപോലെ തന്നെ റൗണ്ടിങ്, എവിടെയാണോ ലെങ്ത് ഉള്ളത് റൗണ്ടിങ്. ഇത് ഷോർട്ട് ആയിരിക്കും, ഇത് 3/4 ആയിരിക്കും, ഇവിടെ ഫുൾ കൈ ആയിരിക്കും. അപ്പൊ 3/4 ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ റൗണ്ട് നമ്മൾ എടുക്കണം. ഒരിക്കലും ആരും ഈ മുട്ടിന്റെ അവിടെ 3/4 വെക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ മടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തൊട്ട് ഇപ്പുറത്ത് വെക്കുക, അല്ലെങ്കിൽ തൊട്ട് താഴെ വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇതിലുള്ള മെഷർമെന്റ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ റൗണ്ട് കൂടെ ചെയ്യാം. ഇവിടുത്തെ റൗണ്ട് ആണെങ്കിൽ ഇവിടെ, ഫുൾ കൈ ആണെങ്കിൽ ഇവിടുത്തെ റൗണ്ട് മസ്റ്റ് ആണ്, ഇവിടുത്തെ റൗണ്ടും മസ്റ്റ് ആണ്, അതേപോലെ ഇവിടുത്തെ റൗണ്ടും മസ്റ്റ് ആണ് ഫുൾ കൈയൊക്കെ ആണെങ്കിൽ കേട്ടോ. ചിലവർക്ക് ബോഡിയിൽ ഇവിടെ ഭയങ്കര തൂക്കം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും ബോഡി മെഷർമെന്റ് ചെയ്യുമ്പോൾ 3/4 ആണെങ്കിൽ ഇവിടെയും എടുക്കണം, ഇവിടെയും എടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ബോഡി മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം
പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് നോർമലി ഉള്ള ബോഡി മെഷർമെന്റ്. പിന്നെ നമുക്ക് വേണ്ടത് നെക്കാണ്. നെക്ക് എത്രയാന്ന് വെച്ചാൽ ചരിച്ചിട്ട് നെക്ക് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട്, ചിലർ നെക്ക് ഇവിടെ ഇവിടെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്താലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നെക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് നെക്ക്, ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നെക്ക് ഇങ്ങനെ എത്രയാന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. നമ്മൾ എത്രയാണ് നെക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇത്രയാണ് നിങ്ങളെ നെക്ക്, അവരെടുത്ത് അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവർ പറയും നെക്ക് കൂടിപ്പോയി എന്നൊക്കെ പറയും. ആക്ച്വലി ഭയങ്കര ചൂടാണേ. ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വോയിസ് ബ്രേക്ക് ആയി പോകും. അത് കാരണമാണ് ഈ വേർത്തൊലിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബോഡി മെഷർമെന്റ് ഉള്ളത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തുക, ഷെയറും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്നെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് ക്ലാസ് കൊടുക്കാൻ സാധിക്കുമോ എന്ന്. അപ്പം ഞാൻ ചെക്ക് ചെയ്തു, ലൈവ് ക്ലാസ് കൊടുക്കണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബറിന്റെ മേലെ ആവണം. അപ്പൊ എന്നാണ് നമ്മളുടെ 1000 സബ്സ്ക്രൈബറിന്റെ മേലെ ആവുന്നത്, അപ്പൊ ഞാൻ ലൈവ് ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബറുടെ എണ്ണം കൂട്ടുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടിട്ട് ക്ലാസ് എടുക്കാം. ലൈവായിട്ട് ഞാൻ ക്ലാസ് എടുത്തുതരും. അപ്പോൾ ഒരു ടൈമിങ് എല്ലാവരും കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈവനിങ്ങിലുള്ള ഏതെങ്കിലും ഒരു ടൈമിങ് വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ലൈവിലൂടെ തന്നെ കമന്റ് അയച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.